നമസ്കാരം. ഇപ്പോൾ ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ആകെ പുകഞ്ഞു പറ്റി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. സാധാരണക്കാർ വിചാരിക്കുന്നതിലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങളാണ് തലസ്ഥാനത്ത് അണിയറയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം കേന്ദ്രഭരണം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഭരണകൂടത്തെ സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ്. സർക്കാരിൻ്റെ തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ തന്ത്രങ്ങളും എല്ലാം തന്നെ ഒന്നൊന്നായിട്ട് പാളിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തെ അടക്കി നിർത്തി മുന്നോട്ട് പോകാം എന്ന് കരുതിയവർക്ക് ഇപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ തിരിച്ചടികൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. വലിയ അവകാശവാദങ്ങളോടെയും ആഘോഷങ്ങളോടെയും ഒക്കെ തന്നെ കൊണ്ടുവന്ന പല പദ്ധതികളും ഒടുവിൽ സർക്കാരിന് തന്നെ വലിയ ബാധ്യതയായി മാറുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡൽഹിയിലെ വലിയ ഭരണകേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇനിയും വലിയ അട്ടിമറികളും സംഭവ വികാസങ്ങളും രാജ്യത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. ഇതിനിടയിലാണ് കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന ഒരു പ്രമുഖ നേതാവ് സ്ഥാനമൊഴിയാനായിട്ട് പോകുന്നുവെന്ന തരത്തിലുള്ള ശക്തമായ വാർത്തകൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു നീക്കം ഭരിക്കുന്ന പാർട്ടിക്ക് ഉള്ളിൽ തന്നെ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തുടക്കമിട്ടിട്ടുണ്ട്. റോഡ് ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുവെന്ന് അവകാശപ്പെട്ടിരുന്ന ഈ നേതാവിൻ്റെ പടിയിറക്കം കേവലം ഒരു വ്യക്തിപരമായ തീരുമാനമല്ല, മറിച്ച് പാർട്ടിക്കുള്ളിലെ വലിയൊരു ആഭ്യന്തര പ്രശ്നത്തിൻ്റെ തുറന്നു പറച്ചിൽ കൂടിയാണ്. ഇത്രയും കാലം പാർട്ടിയുടെയും സർക്കാരിൻ്റെയും മുന്നണി പോരാളിയായി നിന്ന ഈ വ്യക്തി പെട്ടെന്ന് പിന്മാറാൻ തയ്യാറെടുക്കുന്നത് കേവലം യാദൃശികമല്ല. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളുമൊക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ഒരു നീക്കത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ പോലും ആടിയുലയ്ക്കാൻ പോകുന്ന തരത്തിലുള്ള വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെ തുടക്കമായിട്ടാണ് ഈ ഒരു വാർത്തയെ എല്ലാവരും ഇപ്പോൾ വിലയിരുത്തുന്നത്. സർക്കാർ കൊണ്ടുവന്ന പുതിയ ഇന്ധന നയവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുമാണ് ഇപ്പോൾ രാജ്യത്ത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പെട്രോളിൽ നിശ്ചിത ശതമാനം എഥനോൾ കൂട്ടിച്ചേർക്കാനുള്ള തീരുമാനം വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് ഭരണകൂടം ആദ്യം ജനങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ പ്രായോഗിക തലത്തിൽ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ തികച്ചും വ്യത്യസ്തമായിരുന്നു. ഈ പുതിയ തീരുമാനം കാരണം സാധാരണക്കാരുടെ വാഹനങ്ങൾക്ക് വലിയ രീതിയിൽ മൈലേജ് കുറയുന്നുവെന്ന സത്യം ഒടുവിൽ അധികൃതർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന തിരിച്ചറിവ് സാധാരണക്കാരായിട്ടുള്ള വാഹന ഉടമകളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വലിയ അവകാശവാദങ്ങളോടെ നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ച ഒരു ജനപ്രിയ പദ്ധതി ഒടുവിൽ സർക്കാരിന് തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രശ്നം കേവലം ഒരു സാമ്പത്തിക അല്ലെങ്കിൽ സാങ്കേതിക തകരാറ് മാത്രമായിരുന്നില്ല എന്ന് പിന്നീട് വ്യക്തമായി. ഈ പുതിയ നയത്തിൻ്റെ മറവിൽ വലിയ രീതിയിലുള്ള വഴിവിട്ട ഇടപാടുകളും അതോടൊപ്പം തന്നെ സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ ഈ പദ്ധതി ചില പ്രത്യേക വൻകിട കമ്പനികൾക്കും ഭരണാധികാരികളുടെ അടുത്ത ബന്ധുക്കൾക്കും വൻതോതിൽ ലാഭമുണ്ടാക്കാനായിട്ട് മാത്രമാണ് ഉപകരിച്ചത് എന്ന തരത്തിലുള്ള തെളിവുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. ചില മുൻനിര അഗ്രോ ഇൻഡസ്ട്രീസ് കമ്പനികൾക്ക് ഇതിൻ്റെ മറവിൽ ലഭിച്ച അനാവശ്യ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ തന്നെ മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ ഭരണകൂടം. സ്വന്തക്കാർക്ക് വേണ്ടിയും വൻകിട മുതലാളിമാർക്ക് വേണ്ടിയിട്ടും ജനങ്ങളെയും കർഷകരെയും ഒക്കെ ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന നയങ്ങളാണ് സർക്കാർ ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന ആരോപണം ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാമ്പുള്ള ചോദ്യങ്ങൾക്ക് പുറത്തു വരുന്ന കൃത്യമായ തെളിവുകൾക്കുമൊക്കെ തന്നെ മുന്നിൽ തൃപ്തികരമായിട്ടുള്ള മറുപടി നൽകാനായിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിവിധ പരീക്ഷാ തട്ടിപ്പുകളിലും അഴിമതി ആരോപണങ്ങളിലുമൊക്കെ പെട്ട് പ്രധാനപ്പെട്ട പല മന്ത്രിമാർക്കും പ്രമുഖ നേതാക്കന്മാർക്കും സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതിനു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത മുതിർന്ന നേതാവും പടിയിറങ്ങാനായിട്ട് ഒരുങ്ങുന്നത്. പാർട്ടിയുടെയും മാതൃസംഘടനയുടെയും ഉറച്ച പിന്തുണയുള്ള ഇത്തരം നേതാക്കളൊക്കെ ഒന്നൊന്നായിട്ട് പിന്മാറുന്നത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലാപത്തിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് സൂചിപ്പിക്കുന്നത്. തനിക്കിനി ഈ പദവിയിൽ തുടരാൻ താല്പര്യമില്ലെന്നും പുതിയ ആളുകൾക്ക് വഴിമാറി കൊടുക്കുകയാണെന്നും നാഗ്പൂരിൽ വെച്ച് ഇദ്ദേഹം നടത്തിയ തുറന്നു പറച്ചിൽ അത് പാർട്ടിയുടെ ഏകപക്ഷീയമായ ഭരണരീതിയോടുള്ള പരസ്യമായ എതിർപ്പായി തന്നെയാണ് ഇവിടെ രാഷ്ട്രീയ ലോകം തുറന്നു കാണുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായിട്ട് പൊതുരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന പ്രമുഖ നേതാക്കൾ പോലും മുന്നറിയിപ്പില്ലാതെ പടിയിറങ്ങാൻ തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു ഭരണ പ്രതിസന്ധിയെ തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം മന്ത്രിമാരെ പോലും കൃത്യമായിട്ട് സംരക്ഷിക്കാനോ ഒപ്പം നിർത്താനോ സാധിക്കാത്ത വിധം സർക്കാരിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കെട്ടിപ്പൊക്കിയ പ്രതിച്ഛായകളെല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് തകർന്നടിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന തീരുമാനങ്ങളും വൻതോതിലുള്ള അഴിമതി ആരോപണങ്ങളുമൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ഭരണകൂടത്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായി മാറിയിരിക്കുന്നു. കാരണം എല്ലാ തന്ത്രങ്ങളും പാളി സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ തിരിച്ചടികൾ നേരിട്ട് സർക്കാർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നതിൻ്റെയൊക്കെ തന്നെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പടിയിറക്കങ്ങളും.